സംഭവം ഉണ്ടാ ഇതാണ് സംഭവം ഞങ്ങളാ ഇങ്ങനെ കളിക്ക് ഡാൻസ് കളിക്കുന്നുണ്ടാ കാരണം ഇതിൻ്റെ പ്രത്യേകത ജിഞ്ചിനാക്കടി അമ്പടി ജിഞ്ചിനാക്കടി ഫുഡ് ഫോർ പീപ്പിളിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ജിഞ്ചിനാക്കടിയാണല്ലേ? അതെ. അപ്പോൾ ജിഞ്ചിനാക്കടി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് വലിയ പിടുത്തം കിട്ടിയിട്ടുണ്ടാവില്ല. നമുക്ക് ഇതിനെ ഒന്ന് ഇംഗ്ലീഷിലാക്കി പറയാം, ഡാൻസിങ് ചിക്കൻ. അപ്പോൾ നമ്മൾ ഡാൻസിങ് ചിക്കൻ ഉണ്ടാക്കാൻ പോകുന്ന രീതിയാണിത്. ഫസ്റ്റ് നമ്മൾ കുഴിച്ചിട്ട് ഈ സംഭവം വെക്കാൻ പോകുക ഇതുപോലെ. അപ്പോൾ കാനലൊക്കെ ഒന്ന് കൊട്ടി നമുക്ക് അടിപൊളിയാക്കാം. ഇവിടെയും കുറച്ചും കൂടി കാനലിട്ട് കൊടുത്താൽ ശരിയായി. ഒന്ന് കത്തിച്ചെടുക്കാം ആദ്യം നമുക്ക് നന്നായിട്ട് ഒറ്റയടിക്ക് കൂട്ടിച്ചിട്ട് കത്തിച്ചെടുക്കാം. കട്ട കർപ്പൂരം കത്തിച്ചങ്ങോട്ട് എടുക്കാം നമുക്ക് പിടിച്ച്. ഈ ചേട്ടൻ്റെ ഉള്ളിൽ കൊണ്ട് വെച്ചെടുക്കാം. കനലൊക്കെ എടുത്ത് കുറച്ച് മുകളിലിട്ട് കൊടുക്കാം. കത്തട്ടെ. നമ്മൾ നന്നായി കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് കൊണ്ടുവന്ന് നിൽക്കണം കോഴിനെ. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. എന്നിട്ട് സുഖയിലാണ് ഇട്ട് കൊടുക്കുക. സുഖയിൽ വരയിടും. കോഴിയിൽ നമുക്ക് നന്നായി ഒന്ന് വരയിടാണ്ട് നല്ല ആഴത്തിൽ അടിപൊളിയായിട്ട് നമുക്ക് വരയും കണ്ടിടാം. ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് എല്ലാ കോഴിയും വരയിടാം. അപ്പോൾ ചിക്കൻ ജിഞ്ചിനാക്കടി, അതായത് ഡാൻസിങ് ചിക്കൻ, അതിനുവേണ്ടി നമ്മൾ 5 കോഴി എടുത്തിരിക്കണം. 5 കോഴിക്ക് 2 തരം മസാല. അപ്പോൾ നമുക്ക് മസാല തയ്യാറാക്കാം. അപ്പോൾ ചിക്കൻ ജിഞ്ചിനാക്കടിക്കുള്ള ജിഞ്ചിനാക്കടി മസാല തയ്യാറാക്കാം. ആദ്യം തൈര്, വെളുത്തുള്ളി അരച്ചത്, ഇഞ്ചി അരച്ചത്, ഉപ്പ്, മുളക് പൊടി, നാരങ്ങ നീര്, പൊടിച്ച കുരുമുളക്, സ്വല്പം എണ്ണ കൂടി തേക്കുക. മസാല നന്നായിട്ട് ജിഞ്ചിനാക്കാവ. ആഹാ, രസം. ഇനി ജിഞ്ചിനാക്കടി മസാല നമ്മുടെ ജിഞ്ചിനാക്കടി ചിക്കനിൽ നന്നായിട്ടൊന്ന് തേച്ചങ്ങ് കൊടുക്കുക. വരയിട്ടുണ്ട്, വരൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നമ്മളിപ്പോൾ 3 കോഴി നന്നായി തേച്ച് പിടിച്ചിട്ടുണ്ട് മസാല അല്ലേ സുഖല്ലേ? ചോപ്പ് കളർ. പക്ഷെ ചോപ്പായിട്ട് തോന്നില്ല. നമ്മൾ ഫുഡ് കളർ ഇട്ടാണെങ്കിൽ നല്ല ചോപ്പൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പം അത്ര ചോപ്പില്ല. എന്നാലും നമ്മുടെ ഒരു ഇതിൽ ചോപ്പ്. പിന്നെ ഇനി അടുത്ത് പച്ച മസാലയാണ് നമ്മുടെ 2 കോഴിക്ക് പച്ച മസാല കുളിക്കും. ഇതിനിപ്പോൾ നല്ല വെയിലായതുകൊണ്ട് നമ്മളിത് വെച്ചിട്ടുണ്ട്. അതായത് ഭയങ്കര വെയിൽ, പാലക്കാട്. ഇനി അടുത്ത ജിഞ്ചിനാക്കടികളും മസാല തയ്യാറാക്കാം. തൈര്, അരച്ച പച്ചമുളക്, അരച്ച വെളുത്തുള്ളി, അരച്ചെടുത്ത ഇഞ്ചി, അരച്ചെടുത്ത മല്ലി, പുതിന, പൊടിച്ച കുരുമുളക്, ഉപ്പ്, നാരങ്ങ നീര്, കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ മസാലയും കൂടെ ഒന്ന് ജിഞ്ചിനാക്കി എടുക്കാം. ഈ പച്ച മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാം. അപ്പോൾ ജിഞ്ചിനാക്കടി മസാല തേച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് രണ്ടിലും എന്താ. അപ്പോൾ ഇനി നമ്മൾ ഈ കോഴിയുടെ ഡാൻസിന് ചേർത്താൻ പോകുന്നതാ. കുക്കിലിട്ടും കണ്ട് മാട്ടുക. മാട്ടി ഉഷാറായില്ലേ? അടുത്തെടുക്ക്. അപ്പോൾ ഈ കഴുത്തിൻ്റെ അവിടെയുള്ള
ഹോളിൽ കൂടെ നമ്മൾ ഈ ഹുക്ക് ഇങ്ങനെ ഇട്ടിട്ട് സെറ്റാക്കാം. അപ്പോൾ നമ്മൾ ഈ ചുവപ്പുകാരനെയൊക്കെ ചേർത്തിട്ട് ഇനി പച്ചക്കാരനെയും കൂടെ ഡാൻസിന് ചേർത്തണം. അപ്പോൾ നമ്മുടെ പച്ചക്കോഴിയും കൂടെ ഡാൻസിന് ചേർത്തണം. സംഭവം ഉണ്ടാ ഇതാണ് സംഭവം. ഞങ്ങളാ അങ്ങനെ കളിക്ക് ഡാൻസ് കളിക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പ്രത്യേകത ജിഞ്ചിനാക്കടി. ജിഞ്ചിനാക്കടി നല്ല ചൂടുണ്ട്. കാരണം അല്ലെങ്കിൽ അവിടെ നല്ല ചൂട്, പിന്നെ അല്ലെങ്കിൽ പുറത്ത് നല്ല ചൂട് അല്ലേ. ഇതിൻ്റെ കൂടെ നമ്മളും കൂടി വേഗം അല്ലേ. അതെ. ജിഞ്ചിനാക്കടിക്ക് നന്നായി എണ്ണ തേച്ച് കൊടുക്കുക. എണ്ണ ഇനി കനലിൽ പെടാണ്ട് നോക്കണം. കനലിൽ പെട്ടാൽ പിന്നെ ജിഞ്ചിനാക്കടി കത്തും. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലുള്ള കനലൊക്കെ അങ്ങനെ തട്ടിയിട്ട് ഈ ഫ്രണ്ട് പോർഷനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് നമുക്കൊന്ന് വേവിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതൊന്ന് തിരിച്ച് നമുക്കിടാം. ഓക്കെ ബാ. ബാക്ക് ഏകദേശം കുറച്ച് വന്നിട്ടുണ്ട് അല്ലേ. താഴെയൊക്കെ വന്നിട്ടുണ്ട് കുറച്ച് വേഗം. അപ്പം 3 മണിക്കൂറായി ഈ നമ്മുടെ ജിന്നിനാക്കടി വെന്തങ്ങോട്ട് തുടിച്ച് വന്നിട്ടുണ്ട് അല്ലേ. അതിൻ്റെ എണ്ണയൊക്കെ അങ്ങനെ ഒറ്റുണ്ട്. അതിനേറെ വെയിലും ഒടുക്കത്തെ വെയിലും. വെയിലത്ത് വേഗെന്നൊക്കെ സുൽഫി പറഞ്ഞാണ്. വെയിലത്ത് കുറച്ച് വെന്തുണ്ട്. വെയിലുള്ളതുകൊണ്ട് പെട്ടെന്ന് വെന്തത്. അല്ലെങ്കിൽ 4-5 മണിക്കൂർ ഒക്കെ ഉണ്ടാവുന്നുണ്ട്. നീ ജിഞ്ചിനാക്കടി റെഡിയായി തന്നെ പവർ തിരിച്ചിട്ടുള്ളൂ. കഴിച്ചാണ്ട് പവറൊക്കെ ജിഞ്ചിനാക്കടി അവിടെ നിൽക്കണ നിൽപ്പുണ്ടല്ലോ അത്. അപ്പോൾ നമ്മുടെ ജിഞ്ചിനാക്കടി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കത് ടേസ്റ്റ് ചെയ്യാം അല്ലേ. പൊളി സാധനം. ഹൊയ്യാ ഹൊയ് ഹൊയ്യാ ഹൊയ്. അപ്പോൾ നമ്മുടെ ജിഞ്ചിനാക്കടി റെഡി ഉണ്ട് അല്ലേ. എടുത്തോ. ജിഞ്ചിനാക്കടി 1, ജിഞ്ചിനാക്കടി 2, ജിഞ്ചിനാക്കടി 3, ജിഞ്ചിനാക്കടി 4, ജിഞ്ചിനാക്കടി 5. അപ്പോൾ ചിക്കൻ ജിഞ്ചിനാക്കടി നമ്മൾ ടേസ്റ്റ് ചെയ്യണം അല്ലേ. കുബൂസായിട്ട് ടേസ്റ്റ്. കുബൂസും മയനൈസൊക്കെ ഇട്ട്. ഏതെടുക്കുക? പച്ചെടുത്തോട്ടെ. മയോണൈസ് മുക്കിയിട്ട് ഇതാണോ സൂര്യ ഷോപ്പുണ്ട്. അടിപൊളി അടിപൊളി. മസാല അടിപൊളിയുണ്ട് ചോപ്പിൻ്റെ. പക്ഷേ പശ സൂപ്പ്. നല്ല ഉള്ളി മസാല നന്നായി അടിച്ചിട്ടുണ്ട് അല്ലേ. ഷോപ്പ് നോക്കാം. പച്ച നല്ല ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ അടിപൊളി. ഷോപ്പ് അടിപൊളി. പൊളിച്ചില്ലേ. നല്ല മസാല നന്നായി പിടിച്ചതിൻ്റെ ഉള്ളിൽ ആ വരയിട്ടേല്. കുബൂസ് അടിക്കും ടേസ്റ്റ് ഇതിന് ഒറ്റയ്ക്ക് നിന്നാണ്ടാ. പച്ച അടിപൊളി. എനിക്ക് ഇഷ്ടപ്പെട്ടു. അടിപൊളി. എങ്ങനെ മിസ്സു? പൊളി. വെറൈറ്റി ടേസ്റ്റ് അല്ലേ രണ്ടിനും. ആ മിസ്സു ഇതൊന്നെടുക്കാം. ഇതൊക്കെ അടിപൊളി വന്ന് മസ്തുവരെ. കൈയൊക്കെ പൊളിച്ചിട്ടാ. അതിനും ടേസ്റ്റിൽ വാങ്ങാൻ കഴിയണല്ലേ സൂര്യ. ചിക്കൻ്റെ അല്ലേ. ശരിക്കും പറഞ്ഞാൽ കുബൂസിൻ്റെ ആവശ്യമില്ല അല്ലേ. ഇനി റെഡ് ടേസ്റ്റ് തന്നെ. റെഡ് ടേസ്റ്റ് ഇല്ല. ഞാൻ രണ്ടും ചെയ്തു. അടിപൊളിയുണ്ട്. സൂപ്പർ ആയിട്ട് രണ്ടും. നമ്മൾ ജിഞ്ചിനാക്കടി അടിപൊളിയിലായി. സംഭവം എരിവ് ഇതാണ് കേട്ടോ.
അപ്പോൾ എന്നത്തെയും പോലത്തെ ഒരു ട്രൈ ആയിരുന്നു ഇന്നും, ഒരു വെറൈറ്റി ട്രൈ, അടിപൊളിയായി ചിക്കൻ ജിഞ്ചിനാക്കടി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ വീഡിയോ, നമ്മുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ചട്ടപ്പെട്ടേ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. അപ്പോൾ ഇനിയും അടിപൊളി കിടിലൻ റെസിപ്പി നമുക്ക് അടുത്ത് വിളിക്കണം.